ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടും അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമുക്ക് എന്തൊക്കെയാണ് ഇതിന് വേണ്ടിയിട്ട് ആവശ്യമെന്ന് നോക്കാം. ഇവിടെ 5 വലിയ സവാള എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 250 ഗ്രാം ചെറിയ ഉള്ളി, പിന്നെ 2 വലിയ വെളുത്തുള്ളിയാണ്, അതിൽ അല്ലികൾ മൊത്തം എടുത്തിട്ടുണ്ട്, പിന്നെ 2 മീഡിയം സൈസിലെ തക്കാളി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 3-4 പച്ചമുളക് നമ്മുടെ എരിവ് അനുസരിച്ച് അതെടുക്കാം കേട്ടോ. അടുത്തായിട്ട് നമുക്ക് സവാള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞ് വയ്ക്കാം. ഇവിടെ ഇപ്പോൾ 1.25 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എടുക്കാം, അതനുസരിച്ച് ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് ഒന്ന് മാറ്റി കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം തന്നെ ഇവിടെ മഞ്ഞൾപ്പൊടിയാണ് ആഡ് ചെയ്യുന്നത്. 1 ടീസ്പൂൺ ആദ്യം ഇട്ട് കൊടുക്കുക, 1-1.5 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. പിന്നെ അടുത്തായിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പെന്ന് പറയുമ്പോൾ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം, അതൊന്നും യാതൊരു പ്രശ്നമില്ല. അടുത്തായിട്ട് മുളക് പൊടി, അത് നമ്മുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഒരുപാട് ഇട്ട് കൊടുക്കല്, കാരണം നമ്മൾ കറിയിൽ വീണ്ടും ആഡ് ചെയ്യുന്നുണ്ട്. അടുത്തതായിട്ട് മല്ലിപ്പൊടിയാണ്. ഇവിടെ ഏതാണ്ട് 1.5 ടീസ്പൂണോളം മല്ലിപ്പൊടി ഇടുന്നുണ്ട്. അടുത്തതായിട്ട് ചിക്കൻ മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം. ഇവിടെ ഏതാണ്ട് 2 ടീസ്പൂണോളം ചിക്കൻ മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം ഇതെല്ലാം കൂടി നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. ചിക്കനിൽ നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് കുറച്ച് സമയം നമുക്കത് മാറ്റി വെച്ചിട്ട് ബാക്കി പരിപാടികളിലേക്ക് പോവാം. അടുത്തതായിട്ട് നമുക്ക് നേരത്തെ എടുത്ത് വെച്ചാൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒരുമിച്ചിട്ട് പേസ്റ്റാക്കി എടുക്കാം. നമുക്ക് മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുക്കാം. അതുപോലെ തന്നെ ഈ ചെറിയ ഉള്ളിയും കൂടി നമുക്കൊന്ന് ചതച്ചെടുക്കാം. ഒന്നി അത് ചെറുതായിട്ട് അരിയുക, അല്ലെങ്കിൽ മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുക്കാം. ഇനി ഒരു പാൻ വയ്ക്കുക, അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. അത് ചൂടാകുമ്പോൾ നമുക്ക് അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. തീ കുറച്ച് വയ്ക്കാനായിട്ട് നോക്കാം, അല്ലെങ്കിൽ ഇതെല്ലാം കൂടി കരിഞ്ഞു പോകും കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് 4-5 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് നേരത്തെ നീളത്തിൽ അരിഞ്ഞു വെച്ച വലിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് തന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതിലിപ്പോൾ ആഡ് ചെയ്യാൻ മറന്നുപോയി, കുറച്ച് കഴിയുമ്പോൾ ഇടുന്നുണ്ട്. അപ്പം നിങ്ങൾ എന്തായാലും ഈ ഒരു സമയമാകുമ്പോഴത്തേക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് നേരത്തെ ചതച്ച് വെച്ച ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇപ്പോൾ ഉള്ളിയൊക്കെ ചെറുതായിട്ട് വാടി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് തക്കാളി കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ എല്ലാം ഒന്ന് നന്നായിട്ട് വാടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ അടച്ചു വയ്ക്കാം. നമ്മളിത് അടച്ച് വയ്ക്കുകയാണെങ്കിലും ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക, ഇത് അടി പിടിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക.
അപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ എല്ലാം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് നേരത്തെ അരപ്പ് പുരട്ടി വെച്ച് ചിക്കനും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ബാക്കി മസാലയും കൂടി ഇട്ട് കൊടുക്കാം. ആദ്യമായിട്ട് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. നമ്മുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇവിടെ ഏതാണ്ട് 2.5 ടീസ്പൂണോളം ഇടുന്നുണ്ട്. അത് നിങ്ങളുടെ എരിവ് അനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. അതിനുശേഷം ഇവിടെ മല്ലിപ്പൊടിയാണ് ഇടുന്നത്. മുളക് പൊടിയെക്കാട്ടിലും കുറച്ച് കൂടുതലായിരിക്കണം മല്ലിപ്പൊടി ഇടുന്നത്. പിന്നെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ ആദ്യം തന്നെ ചിക്കൻ മാരിനേറ്റ് ചെയ്തപ്പോൾ ഇതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ച് വേണം വീണ്ടും ഇട്ട് കൊടുക്കാനായിട്ട്. പിന്നെ ഇവിടെ 2 ടീസ്പൂണോളം കുരുമുളക് പൊടി ഇടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. അടുത്തതായിട്ട് ഒരു ചെറിയ സ്പൂൺ ഉലുവ പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു 10 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കാം. ഒരു 10 മിനിറ്റിന് ശേഷമൊക്കെ നമ്മൾ ഇത് തുറന്ന് നോക്കുമ്പോൾ ഈ ചിക്കൻ എന്നുള്ള വെള്ളമൊക്കെ ഇതുപോലെ ഇറങ്ങി വന്നിട്ടുണ്ടാകും. അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ ഗ്രേവി ആയിട്ട് വേണ്ട ഒരു റോസ്റ്റ് പരുവത്തിലാണ് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യം തന്നെ എണ്ണ ഒഴിക്കുമ്പോൾ കുറച്ച് കൂടുതൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ ഒരു സ്റ്റേജ് എത്തുമ്പോൾ അത് നന്നായിട്ട് വരട്ടിയെടുക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു ചിക്കൻ റോസ്റ്റായിട്ട് കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്രേവി വേണം എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് വീണ്ടും തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് ഏതാണ്ട് 1 കപ്പോളം തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് റോസ്റ്റായിട്ട് വേണമെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം നമുക്ക് കറിയായിട്ട് വേണം, അതുകൊണ്ടാണ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിപ്പോൾ ഏതാണ്ട് 1 കപ്പോളം വരും. തേങ്ങാപ്പാൽ ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഈ ഒരു സമയത്ത് തന്നെ ഉപ്പൊക്കെ ഒന്ന് നോക്കുക. കുറവാണെങ്കിൽ അതനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ.
അടുത്തതായിട്ട് ഇതിലേക്ക് ഏതാണ്ട് 1.5 ടീസ്പൂണോളം ഗരം മസാലയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കൊരു 15 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ ഒരു 15 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ ഇതുപോലെ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചിക്കൻ കറി ഇവിടെ റെഡിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസിയാണ്. ഇത് നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തി, ചോറ് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന ഒരു സിമ്പിളും അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക.